ബിജെപിയുടെ കൊള്ളരുതായ്മ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹിന്ദു ഐക്യവേദിയുടെ വലിയ രീതിയിലുള്ള മാർച്ച് തന്നെയാണ് കാണുന്നത്. ഇതിനെതിരെ SDPയുടെ ആ ഒരു കർശന നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം. എന്തായാലും പ്രതിഷേധത്തിലേക്ക് നമുക്ക് പോകാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവപുരം മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ഹൈന്ദവ വിശ്വാസത്തെ, അവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി അവിടെ ഭക്തർക്ക് പൂജാലംഘനം നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നഗരസഭ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് അറിവിന്റെ കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1980
ഹിന്ദു സമൂഹമല്ല ഇന്ന് ഈ നാട്ടിലുള്ളത്, അല്ലെങ്കിൽ അന്നത്തെ ഹൈന്ദവ സംഘടനാ സംവിധാനമല്ല ഇന്നത്തെ സംവിധാനം. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റി, ഇവിടുത്തെ ഈ ഓഫീസ് സെക്രട്ടറി ഓർത്താൽ നല്ലതാവും. ഇതൊരു തുടക്കമാണ്. ഈ ഹൈന്ദവ സമൂഹത്തെ വ്രണപ്പെടുത്തിയ ആ വിശ്വാസത്തെ ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ ഹൈന്ദവ സമൂഹത്തിന് അവിടെ പൂജ നടത്തുവാൻ വേണ്ടിയുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങ് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വളരെ നല്ലതാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലൂടെ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ധർണ, ഇതിന്റെ അധ്യക്ഷൻ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ താലൂക്കിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജനചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തായി ഏതാണ്ട് 40ഓളം വരുന്ന ഇസ്ലാമിക സഹോദരന്മാര് അവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. കനാലിന്റെ പുറമ്പോക്കിലും റോഡ് പുറമ്പോക്കിലും. ആ 39 വീടുകളിൽ ഞങ്ങളുടെ അന്വേഷണത്തില് 2 വീട് മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഒരു മമ്മാട്ടിയും കൊണ്ട് അകത്ത് കയറിയാൽ അതിലൊരാൾ വിളിച്ച് നഗരസഭയിൽ പറയും, നഗരസഭ ഇന്ന് പോലീസ് പറയും, പോലീസ് നേരെ ആ സ്ഥലത്ത് വരും. വന്നിട്ട് അവര് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ഇതായിട്ട് ആ പോലീസ് നെയ്യാറ്റിങ്കര തിരിച്ചു വരും. അവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണ സമയത്ത് നമ്മള് ഇവിടെ പലതും കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് പട്ടി കയറിയിരുന്നു. അത് കഴിഞ്ഞ് പലരും അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കിടന്നുറങ്ങി. ഇത്രയും കഴിവും അജ്ഞതയും വിവരവും നിയമവിവരവും അറിഞ്ഞൂടാത്ത മലരുകളെയാണ് ഈ സർക്കാർ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് എന്നതിൽ ഖേദമുണ്ട്. ഈ ക്ഷേത്രത്തിന് വേണ്ടി വല്ലവരുടെയും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വാക്ക് കേട്ട് ഓഫീസിൽ വരുമ്പോൾ തീവ്രവാദികളാണോ ഭീകരവാദികളാണോ എന്ന് കേട്ട് മുട്ടിടിയും വാട്ടർ സപ്ലൈയും നടത്താതെ അതിനെ ഉടൻ തുറപ്പിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ പ്രഭാകരൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ചു ചേർന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങാത്തത്. സത്യം പറഞ്ഞാല് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ ഹിന്ദു സമൂഹത്തിന്റെ ഗതികേടാണ് നമ്മൾ ഇന്ന് ഈ നഗരസഭയുടെ മുന്നില് ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം നടത്തേണ്ടി വരുന്നത്. ഭാർഗവരാമന്റെ ഭൂമിയായ പരശുരാമ ക്ഷേത്രമായ കേരളത്തില് 100 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ കവാടം SDPIയുടെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിലെ പ്രസിഡന്റും ഭാര്യയും കൂടെ പരാതി കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തില് അത് താഴിട്ട് പൂട്ടാൻ ഉള്ള ധൈര്യം അല്ലെങ്കിൽ ചേതോവികാരം നെയ്യാറ്റിങ്കര നഗരസഭാ സെക്രട്ടറിക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനാണ് നമ്മൾ ഹിന്ദുക്കൾ ആദ്യം ആലോചിക്കേണ്ടത്.